ഹായ് ഫ്രണ്ട്സ്, മൗനരാഗത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മനോഹറാണെങ്കിൽ നേരെ നിഷയെ കല്യാണം കഴിക്കാൻ വേണ്ടി തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അവരുടെ എൻഗേജ്മെൻ്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ പരസ്പരം മോതിരം മാറുകയാണ്. അങ്ങനെ സരയുവിനോട് കള്ളങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് അടുത്ത ഒരു ഇരയെ തേടി പിടിച്ചിരിക്കുകയാണ് മനുവിന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. കാരണം ഒരുപാട് കോടീശ്വരനാണ് ശരിക്കും നിഷയുടെ അച്ഛൻ എന്ന് പറയുന്നത്. അങ്ങനെ അവരിങ്ങനെ മോതിരം ഇങ്ങനെ കൈമാറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പുറത്ത് നമ്മുടെ കല്യാണി വന്ന് കാറിൽ നിന്ന് ഇറങ്ങുന്നത്. കല്യാണി നേരെ ചെല്ലുന്നത് അവരുടെ ആ ചടങ്ങിൻ്റെ ഇടയിലേക്കാണ്. അവിടെ മനോഹരനെ കണ്ട് ആകെ വല്ലാതാവുകയാണ്, ഞെട്ടി നിൽക്കുകയാണ് കല്യാണി. അപ്പോൾ ആ സമയത്തും നിങ്ങൾ എന്തിനാ ഇവിടേക്ക് വന്നതെന്നൊക്കെ ചോദിച്ച് കല്യാണിയോട് വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നിഷയുടെ അമ്മയും അനിയത്തിയും ഒക്കെ. പക്ഷേ നിഷയുടെ അഹങ്കാരം കാണുമ്പോൾ എന്തായാലും സത്യം ഇപ്പോൾ പറയണ്ട എന്ന് കല്യാണി തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വീട്ടിലെത്തിയിട്ട് ഈ കാര്യം മേഘനയോട് പറയുകയാണ്. അതുപോലെ തന്നെ കിരണിനോടും പറയുമ്പോൾ മേഘനയ്ക്ക് അത് കേൾക്കുമ്പോൾ ഒരുപാട് വിഷമാവാണ്. എന്തായാലും ഈ ഒരു കാര്യം അനിയത്തി അറിയിക്കാമെന്ന് മേഘന പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട്, വേണ്ട മേഘന, നീ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരത് വിശ്വസിക്കില്ല. നിനക്ക് അസൂയ കൊണ്ട് പറയുന്നതാണെന്നായിരിക്കും അവരൊരു പക്ഷേ പറഞ്ഞുണ്ടാക്കുക. എന്തായാലും അവളുടെ ജീവിതം അവരായിട്ട് തിരഞ്ഞെടുത്തതല്ലേ, നിന്റെ ജീവിതം നീ തിരഞ്ഞെടുത്തു, അത് ആ ജീവൻ ദൈവം എടുക്കുകയും ചെയ്തു. അപ്പോൾ നിനക്കല്ലായിരുന്നു കുറ്റം മുഴുവനും. ഇപ്പം അവരെല്ലാവരും ആലോചിച്ചെടുത്ത് കണ്ടുപിടിച്ച ഒരു പയ്യനല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ നീ അതിലിടപെടണ്ട. അവരെന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ. അവൾക്ക് എന്തായാലും ഒരു പാഠം പഠിക്കാനുണ്ട്. അഹങ്കാരിയായ അവൾക്ക് നല്ലൊരു പാഠം പഠിക്കാനുണ്ട്. രണ്ടാനമ്മയുടെ മകളല്ലേ, എന്തായാലും നിന്റെ സ്വത്തുക്കൾ വരെ അവരടിച്ചെടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിലൊന്നും നമുക്കൊരു പ്രശ്നവും ഇല്ല. പക്ഷേ ജീവിതത്തിൽ അവളൊരു പാഠം പഠിക്കണം. നിന്റെ അരികിലേക്ക് തന്നെ അവൾ വരും, നിന്നെ ചേച്ചിയായിട്ട് അംഗീകരിക്കുക എന്നെ ചെയ്യുക. അതിന് അവൾക്ക് ഇങ്ങനെ ഒരു പാഠം ആവശ്യമാണ്. അതുകൊണ്ട് നീ ഇപ്പോൾ ഒന്നും പറയാനും ഒന്നിനും നിൽക്കണ്ട എന്ന് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ മനസ്സോടുകൂടി വളരെ വിഷമത്തോടു കൂടി തന്നെ കല്യാണി ആവശ്യപ്പെട്ടത് അവൾ അംഗീകരിക്കുകയും ചെയ്യുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.